ഫാമിലി കോർട്ടിലൊക്കെ ഒരുപാട് തിരക്ക് കൂടുന്നു, ഡിവോഴ്സുകളൊക്കെ കൂടുന്നു, വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുന്നു, പലർക്കും പേടിയാണ്, പലർക്കും ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും ധാരണകളും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ള ചർച്ചകൾ, അത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായി ഇടപെടുന്ന ഒരാളാണ്. ഞാനൊരു കാര്യം പറയാം, ഇത് ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ്. ഭൂരിപക്ഷം ആൾക്കാരും കുടുംബമായി സന്തോഷമായി ജീവിക്കുന്നവരാണ്. അത് ആ സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാരെ ആരും കാണുന്നില്ല. സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെയും വളരെ നിലവാരത്തോടെ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരെയും ഒന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല. അതൊന്നും ആരും അനലൈസ് ചെയ്യുന്നുമില്ല. അവരുടെ വിജയരഹസ്യം ആരും അന്വേഷിക്കുന്നുമില്ല. നമ്മളൊരു മുറിക്കകത്തോട്ട് കയറുമ്പോൾ, ഒരു ഓടിട്ട മുറിയാണെങ്കിൽ ആ മുറിയിൽ ഒരു ഓടില്ലെങ്കിൽ അത് തെളിഞ്ഞ് നമ്മൾ കാണും. എന്നാൽ അവിടെ 99 ഓടുണ്ടായിരുന്നു, ഒരു ഓട് മാത്രമാണ് ഇല്ലാത്ത. ആ 99 ഓടിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ സൈക്കോളജി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കുടുംബജീവിതം വളരെ മനോഹരമായി കൊണ്ടുപോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. എങ്ങനെയാണ് അവർ ആ കുടുംബജീവിതത്തെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകുന്നത്? എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എവിടെയാണ് ആ എക്സെപ്ഷണലായിട്ട് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പ്രയോറിറ്റിയും പോകേണ്ടത്? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. മനുഷ്യ ജീവിത രംഗത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി എന്ന് പറയുന്നത്. ഒരുമിച്ച് ഒരു പുരുഷനും സ്ത്രീയും ജീവിക്കാൻ തീരുമാനിക്കുന്നു, അവർ പരസ്പരം കമ്മിറ്റഡ് ആവുന്നു, അവർ ജീവിക്കുന്നു, മക്കളുണ്ടാവുന്നു, അങ്ങനെയൊക്കെ അവർ കണക്റ്റഡായി, അവർക്കൊരു ബിലോങ്ങിങ് ഫീലിംഗ് ഒക്കെ ഉണ്ടായി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. ഇന്ന് ഫാമിലി ലൈഫിനെ കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഈ എക്സെപ്ഷണലായിട്ട് സംഭവിക്കുന്ന ഫാമിലി രംഗത്തെ തകർച്ചകളൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് പർവ്വതീകരിക്കുകയും അതൊക്കെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കുടുംബം അല്ലെങ്കിൽ ഫാമിലി വിവാഹം എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ കുഴപ്പം പിടിച്ച കാര്യമാണെന്നും അതിനേക്കാൾ സുന്ദരമായിട്ട് എന്തൊക്കെയോ ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. വേറൊന്നും ഇതുവരെ കണ്ടുപിടിച്ചതായിട്ട് നമുക്ക് പഠനങ്ങളൊന്നും തെളിയിക്കുന്നില്ല. വേറെ പല പരീക്ഷണങ്ങളും കാലാകാലങ്ങളിലൊക്കെ മനുഷ്യൻ നടത്തി നോക്കിയിട്ടുണ്ട്. വേറെ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളതാണ്. നല്ല ആരോഗ്യവും പ്രസരിപ്പും രക്തഓട്ടമൊക്കെ ഉള്ള സമയത്ത് ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കണക്ടിവിറ്റി കിട്ടാതെ പോവുകയും ഒരു ബിലോങ്ങിങ് ഫീലിംഗ് ഇല്ലാതെ പോവുകയും നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും ഒക്കെ ചെയ്ത് ചിലരുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരും വളരെ സക്സസ്ഫുള്ളായിട്ടും വളരെ ഹാപ്പി ആയിട്ടും ജീവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം റിലേറ്റീവ്ലി ഓരോരുത്തരുടെയും മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും ഒക്കെ പോലെ ഇരിക്കും. ഇതിനകത്ത് പറഞ്ഞു വരുന്നൊരു കാര്യം, നമുക്ക് അവനവന് വേണ്ട ജീവിതം അവനവന് തിരഞ്ഞെടുക്കാം. അതിൽ മോശമൊന്നും അല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. പക്ഷേ എന്നാൽ കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം, അതെങ്ങനെയാണ് അതിനെ കൂടുതൽ എൻട്രിച്ച് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് കുറച്ചുകൂടെ അതിനെ പരിപോഷിപ്പിച്ച് മനോഹരമാക്കാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള ചർച്ചകളും നമുക്ക് വളരെ ആവശ്യമാണ്. കാരണം ഇന്ന് വിവാഹം നടക്കുന്നു, കുറേ പണമൊക്കെ മുടക്കി ഭയങ്കരമായിട്ട് കല്യാണമൊക്കെ നടത്തുന്നു. അതാണെന്തോ വലിയ സംഭവം പോലെ അല്ല. ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ആ ജീവിതം മനോഹരമാക്കണമെങ്കിൽ അതിനെ എൻട്രിച്ച് ചെയ്യുന്ന ഒരു സ്ഥിര പ്രവർത്തനം അതിനോടൊപ്പം ഉണ്ടായിരിക്കണം. ഒരു ലൈഫ് ലോങ് എൻറിച്ച്മെൻറ്റ്, ഒരു ലൈഫിൻ്റെ കൂടെ തന്നെ പോവുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ പല കപ്പിൾസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ 10, 16, 20, 25 ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ടും പലരും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും കൃത്യമായൊരു തീരുമാനം അല്ലെങ്കിൽ ശക്തമായൊരു തീരുമാനം സമയാസമയങ്ങളിൽ എടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, പ്രശ്നങ്ങളെ സമയാസമയങ്ങളിൽ സോൾവ് ചെയ്യാത്തത് കൊണ്ടും, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മൾ ആക്ട് ചെയ്യേണ്ടതുപോലെ ആക്ട് ചെയ്യാത്തതുകൊണ്ടും ഒക്കെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ പലരും വന്നിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലമൊക്കെ വിവാഹ ജീവിതത്തിലുണ്ടെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ അതറിയാവുന്ന എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാമെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ രോഗാതുരമായ എന്തെങ്കിലും അവസ്ഥകളുണ്ട്, നമുക്ക് സ്വയം പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ എക്സ്പേർട്ടുകളുടെ ഒരു ഗൈഡൻസൊക്കെ എടുക്കാം, ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കാം. അതൊക്കെ വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് കൂടുതലായിട്ട് നമ്മുടെ ഉള്ള ജീവിതത്തെ തന്നെ കുറച്ചുകൂടെ മികവുള്ളതും മനോഹരമാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് എന്നുള്ളതാണ്. ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി കുടുംബജീവിതത്തിലേക്ക് വരുന്ന ഒരു രോഗാതുരമായിട്ടുള്ളൊരു കാര്യമാണ്. ചില ആണുങ്ങളൊക്കെ പ്രത്യേകിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്നെ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യണം, തൊഴുത് നിൽക്കണം. അതൊക്കെ ഒരു രോഗത്തിൻ്റെ തുടക്കമാണ്. തുടക്കത്തിലേ ചികിത്സിച്ചാൽ അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. അത് പുരുഷനായാലും സ്ത്രീയായാലും കുഞ്ഞുങ്ങളോടായാലും
ആയാലും എല്ലാം കുടുംബജീവിതത്തിൽ എല്ലാവരും എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്റ്റ് ഉള്ള മനുഷ്യർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും. റെസ്പെക്റ്റ് ഉള്ള മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് കുടുംബജീവിതത്തിൽ പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ടുള്ള മുറിവേൽക്കലാണ്. പലപ്പോഴും നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് പക്വതയോടെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുക, വളരെ കൈൻഡായിട്ട് വാക്കുകൾ ഉപയോഗിക്കാനൊക്കെ പഠിച്ചാൽ അതൊക്കെ റെസ്പെക്റ്റിൻ്റെ ഒരു ഔട്ട്കം തന്നെയാണ് ഈ കൈൻഡ് വേർഡ്സ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ പരസ്പരം സഹായിക്കാൻ തയ്യാറാകുക. ഞാൻ ഇന്ന് ഒരു ഡോക്ടറെ ആയിട്ട് സംസാരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, സാറേ ഞാൻ കുക്ക് ചെയ്യും, ഹസ്ബൻഡാണ് പാത്രങ്ങളൊക്കെ കഴുകി തരുന്നത്. എത്ര ക്വാളിറ്റിയുള്ള ലൈഫാണ് അവരുടെ. പുള്ളിക്കാരി എന്നോട് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ ഹസ്ബൻഡും വൈഫും കുട്ടികളുടെ കാര്യത്തിൽ ഒരുപോലെ റെസ്പോൺസിബിളാണ്. ആ കുട്ടികളൊക്കെ എത്ര ഭാഗ്യമുള്ള കുട്ടികളാണ്. ഇതാണ് നല്ല കൾച്ചേർഡായിട്ടുള്ള ഡീസൻ്റായിട്ടുള്ള നിലവാരമുള്ള മനുഷ്യർ. അതാണ് കുടുംബജീവിതത്തിന് ആവശ്യം. നല്ല നിലവാരമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചെടുത്താലേ നല്ല കുടുംബജീവിതങ്ങൾ ലോകത്തുണ്ടാവുള്ളൂ. കുടുംബജീവിതം തരുന്നതിൻ്റെ പ്രശ്നം, കുടുംബജീവിതം എന്ന് പറയുന്നത് ഏതാണ്ട് കുഴപ്പമുള്ള കാര്യമായിട്ടല്ല, നിലവാരമില്ലാത്ത മനുഷ്യൻ്റെ എണ്ണം കുറയുന്നതാണ് അതിന് കാരണം. അപ്പം നിലവാരമുള്ള മനുഷ്യരുണ്ടെങ്കിൽ കുടുംബജീവിതങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് പോകും. വളരെ പ്രധാനമായൊരു കാര്യമാണ് ലിസൺ ചെയ്യുക എന്നുള്ളത്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനം ഒരുപാട് വർത്തമാനം പറയുന്നതല്ല, ലിസൺ ടു ഈച്ച് അതർ. എല്ലാവരെയും കേൾക്കുക. കുട്ടികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് വേണ്ടി കേൾക്കാൻ മനസ്സ് കാണിക്കുക. ഭാര്യ വരുമ്പോൾ, ഭർത്താവ് വരുമ്പോഴൊക്കെ വളരെ കീനായിട്ട് കേൾക്കുക. നന്നായിട്ട് കേട്ടാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷനാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അവിടെ ആരും ഒന്നും ഊഹിച്ചെടുക്കേണ്ട സ്ഥലമാകരുത് കുടുംബം എന്ന് പറയുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കഴിയുന്നത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കെയർ ആൻഡ് ഷെയർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒന്ന് നമുക്കുള്ളതൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കണം. പലപ്പോഴും ആ ഷെയറിങ് ഇല്ലാത്ത ആൾക്കാർ കുടുംബജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ട്. അതുപോലെ തന്നെ കെയറിങ് ഇല്ല. നമുക്കൊരാൾക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ട്, പെട്ടെന്ന് തന്നെ നമ്മൾ അവിടേക്ക് മൂവിങ് ചെയ്യുകയും നമ്മൾ കഴിയുന്നത്ര ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ഉത്തരവാദിത്വപരമായ ഒരു കാര്യമാണ് കുടുംബജീവിതത്തിൽ. ആ കെയറും ഷെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓണർ ടൈം ആൻഡ് വേർഡ്സ് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. നമ്മൾ സമയത്ത് വരും, അല്ലെങ്കിൽ ഇന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം ഓണർ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും സാധിക്കണമെന്നില്ല, പക്ഷേ പരമാവധി ശ്രമിക്കുക. വാക്കുകൾ ഓണർ ചെയ്യണം. നമ്മൾ കുട്ടികൾക്കാണേലും സ്പൗസിനാണേലും കൊടുക്കുന്ന വാക്കുകൾ ഓണർ ചെയ്യണം. ഇതൊക്കെ നമ്മൾ പരസ്പര വിശ്വാസം വർദ്ധിക്കാനിടയാക്കും. നമ്മൾ തമ്മിലുള്ള ഡിപ്പെൻഡബിലിറ്റി മെച്ചപ്പെടുത്താനിടയാക്കും. പരസ്പരം ബഹുമാനം കൂട്ടാനിടയാക്കും. ഞാനെപ്പോഴും പറയാറുണ്ട്, കുടുംബജീവിതം നിലനിൽക്കാൻ പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്ന ചില കാരണങ്ങൾ നമുക്കുണ്ടാകുമ്പോഴാണ് കുടുംബജീവിതങ്ങൾ നിലനിൽക്കുന്നത് വളരെ മനോഹരമാകുന്നത്. എനിക്ക് എൻ്റെ ഭാര്യയെ ബഹുമാനിക്കാനുള്ള എന്ത് കാരണങ്ങളാണുള്ളത്? എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ബഹുമാനിക്കാൻ എന്ത് കാരണങ്ങളാണുള്ളത്? എനിക്ക് മക്കളെ ബഹുമാനിക്കാനുള്ള കാരണങ്ങൾ അവർ തരുന്നുണ്ടോ? മക്കൾ എന്നെ ബഹുമാനിക്കാനുള്ള കാരണങ്ങൾ ഞാൻ ആദ്യം തന്നെ സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ തിരിച്ചും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതൊക്കെ ഒരു കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോളജൈസ് ചെയ്യണം. നമ്മൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ അപ്പോളജൈസ് ചെയ്യണം. നമുക്ക് സമയം പാലിക്കാൻ പറ്റിയില്ല, ഒരു വാക്ക് പാലിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റി, ഒരു സോറി പറയാൻ, ഒരു സോറി പ്ലീസ്, ഇതൊക്കെ എപ്പോഴും ലാവിഷായിട്ട് ഉപയോഗിക്കാവുന്നൊരു സ്ഥലമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. അവിടെ ഈഗോ ഉണ്ടെങ്കിൽ അത് രോഗമാണെന്നുള്ളതാണ് അർത്ഥം. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെല്ലാം ഒന്നാണ്. ഭാര്യയും ഭർത്താവും കോമ്പറ്റീറ്റേഴ്സ് അല്ല. മക്കളുമായിട്ട് നമുക്കൊരു മത്സരമില്ല, തിരിച്ച് മക്കൾക്കും മത്സരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുടുംബജീവിതത്തിൽ വരേണ്ട ഏറ്റവും വലിയൊരു കാര്യം അവിടെ ഈഗോ ഉണ്ടാകാൻ പാടില്ല. ഈഗോയ്ക്ക് പകരം റെസ്പെക്റ്റാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഈഗോ ഒരു ചീപ്പ് ക്വാളിറ്റിയാണ്. കോംപ്ലക്സ് ഒരു ചീപ്പ് ക്വാളിറ്റിയാണ്. അസൂയയും കുശുമ്പൊക്കെ ചീപ്പ് ക്വാളിറ്റിയാണ്. അവിടെ ഒരു കോമ്പറ്റീഷനോ ഒരു മത്സരത്തിനോ ഉള്ള യാതൊരു സ്പേസും സ്കോപ്പും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പരസ്പരം സ്നേഹിക്കുമ്പോൾ ഈ പറയുന്നതെല്ലാം നിരപ്പാകും എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ ഒരു വലിയ ശക്തി. സ്നേഹം കൂടുക. സ്നേഹവുമായിട്ട് ഇങ്ങോട്ട് കുടുംബജീവിതത്തിൽ വരാനൊന്നും പറ്റില്ല. ജീവിച്ച് സ്നേഹം കൂട്ടിക്കൊണ്ടുവരാൻ കഴിയുന്നവരാണ് നല്ല ഫാമിലി ജീവിതത്തിന് പറ്റിയ ആൾക്കാരെന്ന് പറയുന്നത്. നമുക്ക് ജീവിക്കും തോറും സ്നേഹം കൂടും. ചിലരൊക്കെ പറയാറുണ്ട് 10-20 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർ ഇൻസെപ്പറബിളാണ്. മാത്രമല്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഇല്ല. ജീവിക്കും തോറും അവർ കൂടുതൽ മെർജ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനമായൊരു കാര്യം. ടേക്ക് റെസ്പോൺസിബിലിറ്റി. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉത്തരവാദിത്തമില്ലായ്മയാണ് ഇന്ന് പല കുടുംബജീവിതങ്ങളും തകരുന്നതിന് കാരണം. ആണുങ്ങൾ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പോയുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കുക. ഇന്ന് ഒരു സ്ത്രീ എന്നോട് പറയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഓരോ ബിസിനസ് തുടങ്ങും, പൊട്ടും, പിന്നെ അതെല്ലാം ഭാര്യയുടെ തലയിലാണ് വരുന്നത്. ഇതൊക്കെ എത്രയോ മുമ്പേ ട്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്.
അവരും 16 വർഷം ഈ രോഗാവസ്ഥയിൽ തുടരുകയാണ്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് അത്തരത്തിലുള്ള രോഗാവസ്ഥയുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ചുമ്മാ ഓരോന്ന് തുടങ്ങി പൊട്ടിച്ചത് മറ്റുള്ളവരുടെ തലയിലിട്ട് കൊടുക്കല്ല. അവനവൻ്റെ ഉത്തരവാദിത്തം അവനവനെ ഏറ്റെടുക്കുക. എല്ലാവർക്കും കുടുംബത്തിനുള്ളിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്, ഒരു ഗ്രാമപ്രദേശമായിരുന്നു, അവിടെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ്സിനായിട്ട് ഞാൻ അവിടുത്തെ കുട്ടികളോട് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്ര ജോലികൾ ചെയ്യും? നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയാണ് ഓരോ ജോലികൾ. നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്താൽ പുറത്തേക്ക് പോകുന്ന പണം പുറത്തേക്ക് പോകാതിരിക്കും. ആ പണം നമ്മുടെ വീടിനുള്ളിൽ നിൽക്കും. ഇതാണ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിനകത്തൊക്കെ ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാനഡയിൽ പോയാൽ നമ്മൾ കക്കൂസ് കഴുകും. നമ്മുടെ വീട്ടിൽ നമ്മളൊന്നും ചെയ്യില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാം. എല്ലാ ജോലികളും കോമൺ ആയിട്ടുള്ള ഒത്തിരി ജോലികൾ വീട്ടിലുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് പുരുഷന്മാരുടെ ഉത്തരവാദിത്വമാണ്. പുരുഷന്മാർക്കും കുക്ക് ചെയ്യാനൊക്കെ പഠിക്കാം. ചാരുകസേരയിൽ കിടക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ആ ചാരുകസേരയൊക്കെ ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ. മോഡേൺ വേൾഡിൽ ആ ചാരുകസേരയൊക്കെ കാരണം അല്ലെങ്കിൽ എല്ലാവർക്കും ചാരുകസേര ഉണ്ടാക്കിയിടുക. അവിടെ പുരുഷന് മാത്രം ഒരു ചാരുകസേര ഉണ്ട്, അല്ലെങ്കിൽ ആ ചാരുകസേര മനോഭാവം തന്നെ ഒരു രോഗാതുരമായ അവസ്ഥയാണ്. നമുക്കതൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഹൈജീൻ, മാനേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇന്ന് പല കുടുംബങ്ങളും തരുന്നതിൻ്റെ ഒരു കാരണം കുളിക്കാത്തതും നനയ്ക്കാത്തതൊക്കെയാണ്, വൃത്തിയില്ലാത്തതാണ്. അതൊക്കെ വളരെ പ്രധാനമായ കാര്യമാണ്. ഒരു കുടുംബജീവിതത്തിൽ അതൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. കുട്ടികളെ അതൊക്കെ ചെറിയ പ്രായത്തിലെ പ്രാക്ടീസ് ചെയ്യാൻ പഠിപ്പിക്കണം. അതുപോലെ തന്നെ മാനേഴ്സ് ആൻഡ് എറ്റിക്വേറ്റ്സ്. നമ്മൾ പരസ്പരം ഒരു മാങ്ങ തന്നെ അങ്ങോട്ട് പൂളി വെച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല പീസ് എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ മോശപ്പെട്ട കാര്യമാണ്. ഒരു കറിയൊക്കെ എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും നല്ല പീസൊക്കെ വെച്ചിട്ട് അതിൽ അത്ര കുഴപ്പം ഉള്ള പീസുകൾ നമ്മൾ എടുക്കാൻ ശീലിക്കണം. ഇതൊക്കെയാണ് മാനേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമ്മളെന്തെങ്കിലും എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് കൊടുക്കാൻ ശ്രമിക്കും. ഇതൊക്കെ ചെറിയ പ്രായം മുതലേ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വളരെ ആവശ്യമാണ്. എനിക്കറിയാം പണ്ട് കാലത്തൊക്കെ പുരുഷന്മാർ ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പോകുന്നു. വീട്ടിൽ സാധാരണ ഭക്ഷണമൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ പുരുഷൻ മാത്രം പുറത്ത് പോയി വീട്ടിൽ ഭക്ഷണമുണ്ട്, ആ ഭക്ഷണം കഴിക്കാത്ത, എൻ്റെ നാട്ടിലൊക്കെ അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ചില ഹോട്ടലിൽ പോയാണ് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയാൾ എന്തോ വലിയ കൂടിയ ആളാണെന്നാണ് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അയാൾ ഈ ഹോട്ടൽ ഭക്ഷണം എല്ലാം കഴിച്ച് നേരത്തെ ചത്തുപോവുകയും ചെയ്യും. അത് വേറെ കാര്യം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻജോയ് ക്വാളിറ്റി ഓഫ് ടൈം ടുഗദർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരുമിച്ച് സന്തോഷം ഉള്ള അവസരങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. കൊച്ചു കൊച്ചു വിജയങ്ങളൊക്കെ എൻജോയ് ചെയ്യുക. അപ്പോൾ അന്യോന്യം എൻകറേജ് ചെയ്യുക. കുട്ടികളെയും സ്പൗസിനെയൊക്കെ എൻകറേജ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും കളയാതിരിക്കുക. ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ എൻകറേജ് ചെയ്യുക. അങ്ങനെ പരസ്പരം വളർത്തുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ത്രീയും പുരുഷനും കുടുംബജീവിതത്തിലേക്ക് വന്ന് അവർ വളരുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കേണ്ടത് ഒരു വിവാഹത്തിന് ശേഷം ഭാര്യ എത്ര കണ്ട് വളർന്നു, അവരുടെ തൊഴിൽ രംഗത്ത് നോളജ് പരമായിട്ട് കഴിവുകൾ കൊണ്ടൊക്കെ എത്ര വളർന്നു, പുരുഷൻ എത്ര വളർന്നു, നമ്മൾ വളർത്തിയ മക്കൾ എത്ര നിലവാരവും ക്വാളിറ്റിയുള്ളവരായി, അവർ എന്ത് വേണ്ടി നൈപുണ്യമുള്ളവരായി. ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ ക്വാളിറ്റി അളക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെ വളർത്താൻ ശ്രമിക്കുക. എല്ലാവരും ഡോക്ടർ ആയതുകൊണ്ട് വളർന്നു എന്നൊന്നും അർത്ഥമില്ല. കാരണം അത് ചിലപ്പോൾ അത്രയും കഴിവുള്ള കുട്ടികളായിരിക്കും. അവർ ഡോക്ടറായെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അതിലൊന്നും അല്ല കാര്യം. നമ്മുടെ കയ്യിൽ വരുന്ന ഒരു കുഞ്ഞ്, നമ്മുടെ കയ്യിൽ വരുന്ന ഭർത്താവ്, ഭാര്യ, ആ സ്ഥിതിയിൽ നിന്ന് എത്ര ഉയർന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ റോളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുമിച്ച് നമ്മുടെ സമയമൊക്കെ നന്നായിട്ട് ചെലവഴിക്കുകയും പരസ്പരം എൻകറേജ് ചെയ്യുകയും പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരുമിച്ച് ആഹാരം കഴിക്കുന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഒരുപക്ഷെ വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക. ഒരുമിച്ച് ആഹാരം കഴിക്കണമെങ്കിൽ തന്നെ അവിടെ നെഗറ്റീവായിട്ടുള്ള ടോക്കുകളും അസ്വസ്ഥപ്പെടുത്തുന്ന ചർച്ചകളും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഒക്കെ അവിടെ ചർച്ച ചെയ്യാതിരിക്കുക. പലപ്പോഴും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടാത്ത അവിടെ മാർക്കിൻ്റെയും പഠിത്തത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക, അത് നിങ്ങൾക്കൊരു പ്രയോറിറ്റിയുമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും സന്തോഷമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. ആ ഭക്ഷണമൊക്കെ എൻജോയ് ചെയ്യുക. അതിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അതുപോലെ ഇപ്പോൾ യു പ്രേ ടുഗദർ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു പ്രേ ടുഗദർ. കാരണം ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട് കുടുംബജീവിതത്തിൽ. കാരണം നമുക്ക് കുട്ടികളോട് പറയേണ്ട കാര്യങ്ങളും ഭാര്യയോട് പറയേണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ പൊതുവായി ദൈവത്തോട് പറയുന്നത് പോലും അവർ കേൾക്കുന്നുണ്ട്.
നമ്മൾ പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരസ്പരം വലിയ ഒരു ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അത് അന്യോന്യം നമ്മളെ ബലപ്പെടുത്തുന്നതാണ്, കൂടുതൽ നമ്മളെ പരസ്പരം വിശ്വാസമുള്ളവരാക്കുന്നതാണ്, കൂടുതൽ നമ്മളെ പരസ്പരം ഡിപ്പെൻഡബിൾ ആക്കുന്നതാണ്. അതൊക്കെ വളരെ പ്രധാനമായ കാര്യങ്ങളാണ്. സൈക്കോളജിക്കലായിട്ട് പോലും അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിന് വലിയ വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ കുടുംബജീവിതം വളരെ ശക്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കുടുംബത്തിന് ചുറ്റും ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി സപ്പോർട്ട് സിസ്റ്റം നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. അത് ബന്ധുക്കളായാലും അയൽക്കാരായാലും നല്ല ഫ്രണ്ട്സ് ആയാലും ഒക്കെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ കാണുന്നൊരു കാര്യം, ഞാനും എൻ്റെ മക്കളും വീട് കുറ്റിയിട്ടു, അങ്ങനെയല്ല. നമ്മൾ ഏതൊരു കുടുംബവും നിലനിൽക്കുന്നത്, പലപ്പോഴും ഞാൻ ഈ ഹസ്ബൻഡും വൈഫൊക്കെ വലിയ പ്രശ്നത്തിലൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് കോമൺ ആയിട്ട് നല്ലൊരു ഫ്രണ്ടുണ്ടോ? ഫ്രണ്ടില്ല. കാരണം ഇതിനകത്ത് മാനസികമായി വൈകല്യമുള്ള ഒരാളുണ്ടെങ്കിൽ ആ സപ്പോർട്ട് സിസ്റ്റത്തെ മുഴുവൻ തകർക്കാൻ അവർ ശ്രമിക്കും. ആരുമായിട്ടും കണക്ഷനില്ല. അതൊക്കെ കാണുമ്പോഴേ നമ്മൾ പുറത്ത് ചാടിക്കണം, അല്ലെങ്കിൽ പൊട്ടിച്ച് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തോണം. ഈ വൈകല്യമുള്ള സ്ത്രീയോ പുരുഷനോ ഉള്ള വീടുകളിൽ അവരാദ്യം ചെയ്യുന്നത് ആ സപ്പോർട്ട് സിസ്റ്റം, ബന്ധുക്കാരുമായിട്ട് അകലുക, നല്ല ഫ്രണ്ട്സുമായിട്ട് അകലുക, കോമൺ ആയിട്ടുള്ള എല്ലാവരുമായിട്ട് അകലുക, ഒറ്റപ്പെടുത്തുക. അതാണ് അവരാദ്യം ചെയ്യുന്നത്. അതിനകത്തുള്ള തുടക്കം കാണുമ്പോഴേ മനസ്സിലാക്കിക്കണം ഇത് വലിയൊരു രോഗത്തിലേക്കുള്ള പോക്കാണ്. നല്ലൊരു കുടുംബജീവിതം, അവർക്കൊരു ഫ്രണ്ട്സ് സർക്കിളുണ്ട്, റിലേറ്റീവ്സിൻ്റെ ഒരു സർക്കിളുണ്ട്, അയൽപക്കത്തെ ഒരു സർക്കിളുണ്ട്. അപ്പോൾ ഒരുപാട് കണക്റ്റഡാണ് അവർ. ആ കണക്ഷൻ തന്നെ നമ്മളെപ്പോഴും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ചേർന്ന് അതെല്ലാം അങ്ങ് ഇല്ലാതാവുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെല്ലാം ചേർന്ന് നിൽക്കുന്നു, നമ്മളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഈ ഫെലോഷിപ്പുകളും ചർച്ചും പിന്നെ ആത്മീയ കൂട്ടായ്മകളും ഒക്കെ അതിന് നല്ല പിന്നെ സപ്ലിമെൻറ്റിങ്ങും കോംപ്ലിമെൻറ്റിങ്ങുമാണ്. ഇനി മതമൊന്നും ഇല്ലാത്തവർക്ക് അവരവരുടേതായ കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ ഉണ്ടായിരിക്കണം. കാരണം അത് വളരെ പ്രധാനമാണ്. ഒരു മനുഷ്യൻ ഒരുമിച്ച് വരുന്നിടത്താണ് സംസ്കാരം രൂപപ്പെടുന്നത്. മനുഷ്യൻ ഒരുമിച്ച് വരുന്നിടത്താണ് കറക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. മനുഷ്യൻ ഒരുമിച്ച് വരുന്നിടത്ത് വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ഡെവലപ്പാണ്. അവർ ആരും ഒറ്റയ്ക്ക് വീണു പോവില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതുപോലെ ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക. കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് യാതൊരു കാര്യങ്ങളുമില്ല. കുറ്റപ്പെടുത്തലല്ല ആവശ്യം. ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് വരുന്നു, ഒരു വീഴ്ച വരുന്നു, അതിൽ നിന്ന് എന്ത് പഠിച്ചു, അതൊക്കെ ഡിസ്കസ് ചെയ്യുക, ശരിയായ രീതികൾ ഗൈഡ് ചെയ്യുക. അനാവശ്യമായി കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു നിലവാരം കുറഞ്ഞ രീതിയാണ്. പല വീടുകളിലും അങ്ങനെ ആക്ഷേപിക്കുക, മോശമാക്കാൻ ശ്രമിക്കുക, അതൊക്കെ ഒരു രോഗാവസ്ഥയാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി കുടുംബ ബന്ധങ്ങളുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാതെ വരുന്നു എന്ന് തോന്നുമ്പോൾ, അത് പലപ്പോഴും ഭർത്താവ് പ്രശ്നക്കാരനാണെങ്കിൽ ഭാര്യ അത് സഹിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഇന്ന് ഒരുപാടടുത്ത് കാണുന്നുണ്ട്. സഹിച്ച് ജീവിച്ചാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ട വരുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികളും നാമാവശേഷമാകുന്നുള്ളതിന് ഒരു സംശയമില്ല. അതുകൊണ്ട് ആരും അങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട. വളരെ നേരത്തെ തന്നെ അതിനുള്ള പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുക. വളരെ വൈകി പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് തിരുത്താനോ അതിൽ നിന്ന് പുറത്തു വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഇനി ഭാര്യയ്ക്കാണ് പ്രശ്നമെങ്കിൽ ഒരു പരിധിവരെയൊക്കെ അവരത് സമ്മതിക്കുക, അല്ല അതിനൊക്കെ പലപ്പോഴും ഇറങ്ങിത്തിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്തായാലും ഭാര്യയ്ക്കായാലും ഭർത്താവിനായാലും നിങ്ങൾ പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോയാൽ നിങ്ങളുടെ മക്കളെ അത് ബാധിക്കും. അവസാനം മക്കളുടെ പ്രശ്നങ്ങളുമായിട്ടെങ്കിലും നാളെ നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നല്ലൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോഴേ പോകാമെങ്കിൽ മക്കൾക്ക് ആ ഗതികേട് വരാതിരിക്കും. ഭർത്താവും ഭാര്യയും വളരെ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, വൈകാരിക പക്വതയോടെ ഒക്കെ കുടുംബജീവിതത്തെ നയിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ആ കുട്ടികൾക്കാണ്. മാത്രമല്ല പല പേരൻസും എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, സാറേ എൻ്റെ ഫാദർ എന്നോട് ഭയങ്കരമായി ടോക്സിക്കായിരുന്നു, എൻ്റെ മദർ അങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് എൻ്റെ ചൈൽഡ്ഹുഡ് അനുഭവിച്ച് വന്നതാണ്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. പ്രിയപ്പെട്ട പിന്നെ അച്ഛന്മാരെ, അമ്മമാരെ, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ടോക്സിക്കായിട്ടുള്ള സാഹചര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത തലമുറയിലോട്ട് കൊടുത്ത് വീണ്ടും ഈ പരമ്പര തുടരാൻ അനുവദിക്കാതിരിക്കുക. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനായിട്ട് നമ്മൾ നല്ല ഹീലിംഗ് എടുത്താൽ, അത് ഹീൽ ചെയ്യാൻ ഒരുപാടുമില്ല, റിവേഴ്സ് ചെയ്യാൻ ഒരുപാടുമില്ല, അതിനൊക്കെ ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിനൊക്കെ പറ്റിയ ആൾക്കാരെ പോയി കാണുക, അതിലൂടെ കറക്ഷൻ വരുത്തുക. ധാരാളം ആൾക്കാരങ്ങനെ അത് മെച്ചപ്പെടുത്തി അടുത്ത തലമുറയെ രക്ഷിച്ചിട്ടുണ്ട്.
ഉണ്ട്. അത് മെൻ്റൽ ഡിസീസായാലും പേഴ്സണാലിറ്റി ഡിസോർഡർ ആയാലും വൈകാരിക പ്രശ്നങ്ങളായാലും എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളത് റിവേഴ്സ് ചെയ്യണം. അതിനെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ്, അല്ലാതെ ഞാൻ എന്തോ ഒരു വലിയ വിക്റ്റിമാണ്, ഞാൻ എല്ലാത്തിൻ്റെയും സഹിച്ചവനാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാവം കൂറി രോഗത്തെ മുഴുവൻ മൂടി വെച്ച് ആ ചുറ്റുപാടുമുള്ള എല്ലാവരെയും രോഗികളാക്കുന്ന വൃത്തികെട്ട പരിപാടി ആരും കാണിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടാവും. മൂടി വെച്ചാൽ ഇത് ഒരു ദിവസം അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇതെല്ലാം പൊട്ടിത്തെറിക്കും, സർവ്വതും നാമാവിശേഷമാവും. ജീവിതകാലം മുഴുവൻ ആർക്കും സഹിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ള ഒരു പ്രായോഗിക കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കുക. കുടുംബജീവിതത്തെ എൻട്രി ചെയ്യാനായിട്ട് നിരന്തരമായി എല്ലാ ദിവസവും നമ്മൾ ചെടികളൊക്കെ പരിപാലിക്കുന്ന പോലെ വളവും വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ കൊടുത്ത് അതിനെ നിരന്തരമായി പരിപാലിച്ചാലേ അത് നല്ല ഹെൽത്തി ആയിട്ട് വരികയുള്ളൂ. അതുപോലെ തന്നെ കുടുംബജീവിതത്തെ എന്നും പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബജീവിതത്തെ പരിപാലിച്ചാൽ കുടുംബജീവിതം പോലെ മനോഹരമായ വേറൊന്നുമില്ല. നമ്മൾ നാളെ ഒരു പ്രയാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ സപ്പോർട്ട് ചെയ്യും. അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നമുക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങളുള്ളപ്പോൾ കുഞ്ഞുങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇതിലും മനോഹരമായ ലോകത്തൊരനുഭവമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം ശ്രമിക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അടിക്കുറിപ്പ് എന്ന് എഴുതുന്നത് പോലെ ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. പല വീടുകളിലും സ്ത്രീകൾ പെട്ടെന്ന് രോഗികളാകുന്ന ഈ അടുത്തിടെ കാണുന്നുണ്ട്. അത് സംഭവിക്കുന്നതിന് കാരണം പുരുഷൻ തീരെ ഉത്തരവാദിത്തോടെ കുടുംബ കാര്യങ്ങൾ നോക്കാത്തത് കൊണ്ടും വീട്ടിലെ ജോലികളും ഉത്തരവാദിത്തങ്ങളും എല്ലാം സ്ത്രീയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടുമാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളുടെ ആരോഗ്യം നമ്മൾ ഇന്ന് നോക്കിയാൽ പുരുഷന് പ്രായമാകുമ്പോൾ അവിടെ ആ സ്ത്രീ ആരോഗ്യത്തോടെ കാണും. അപ്പോൾ പുരുഷനും സ്ത്രീക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. സ്ത്രീ ഒറ്റയ്ക്കാണെങ്കിലും ജീവിക്കും. പുരുഷൻ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ വളരെ വൾണറബിളായിരിക്കും ജീവിതം. ഇത് ഒരുപാട് ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ട് പറയുകയാണ്. അതുകൊണ്ട് സ്ത്രീയുടെ ആരോഗ്യത്തെ നോക്കാൻ പുരുഷനൂടെ മുൻകൈ എടുക്കണം. പിന്നെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ആരും നിങ്ങളെ നോക്കാനൊന്നും വരില്ല. നിങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റിയൊന്നും ആരും ചിന്തിക്കുന്നില്ല. നിങ്ങളിങ്ങനെ ജോലി ചെയ്യുന്നിടത്തോളം കാലം അതിൻ്റെ പ്രിവിലേജുകളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യും. അത് നിങ്ങളെ സ്ഥിരമായി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ കുറഞ്ഞുള്ളതൊക്കെ മതി. എല്ലാം വാരിക്കോരി എന്നും കൊടുത്തുകൊണ്ടിരുന്നാൽ ഇതെല്ലാവരും എൻജോയ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ കഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. സോ യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കുട്ടികളും ആരോഗ്യത്തോടെ വളർന്നു വരാൻ അമ്മയുടെ അച്ഛൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.